ഹലോ 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 എന്തെത്തപ്പ ഇവർക്ക് പള്ളേനുള്ളിൽ കാറ്റെന്ന് മനസ്സിലാവില്ലല്ലോ. ഓ എത്ര കാലായി വേദന വന്നിട്ട് അല്ലാ. അല്ലാ സ്വരൂപേ 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 ആ ഈ ചെക്കൻ്റെ ഒന്നുകൂടെ വന്നാ എവിടെ വെച്ചു നീയേ അച്ഛന്റെ മോതിരം കണ്ട മോതിരം 2 ദിവസം നിങ്ങളിൽ മോതിരം ഒന്നും കണ്ടില്ലല്ലോ. 2 ദിവസമായിട്ട് കയ്യിൽ മോതിരം കണ്ടു. എന്താ മോതിരം നോക്കിക്കൊണ്ട് കിടക്കുക? ഞാൻ കണ്ടില്ല. ഞാൻ കാണുമ്പോ കയ്യിൽ മോതിരം ഒന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ ഇപ്പൊ അവിടെ പോയി കാണുന്നില്ലേ? മോതിരം കാണാനല്ലോ, അതല്ലേ ഈ ചോദിക്കണേ. ബാത്റൂമിലെങ്കിലും ഉണ്ടാവും, ഒന്ന് തപ്പി നോക്ക്. എടാ ഇത് ഇത്ര ടൈറ്റ് ആയി കിടക്കണല്ലേ, ഞാൻ കുളിക്കാൻ പോകുമ്പോ ഇതൊക്കെ ഊരി വയ്ക്കും, പക്ഷെ ഈ മോതിരം ഊരാറില്ല. മമ്മിയോട് ഞാൻ ചോദിച്ചു നോക്ക് വിളിച്ചിട്ട്. അവള് തിരക്കിലായിരിക്കും. പിന്നെ പിന്നെ ഒന്നാമത് അവളെങ്ങനെ കാണുന്നത്? ഞാൻ ഇവിടെ 2 ദിവസമായിട്ട് ഞാൻ കണ്ടല്ലോ. 2 ദിവസമായിട്ട് കയ്യിൽ കണ്ടിട്ട് അവള് ശ്രദ്ധിച്ചിട്ടില്ലേ? വിളിച്ചു ചോദിച്ചു നോക്ക്. എന്തായാലും അവിടെ എവിടേക്ക് ഉണ്ടാവും, തപ്പ്. പക്ഷെ എന്തൊരു അവളൊന്ന് വിളിച്ചോട്ടെ. അല്ല സാറേ, ഞാൻ വിളിച്ചതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ചത്തെ ലീവ് കൂടെ വേണം സാറേ. ഇല്ല, അച്ഛൻ്റെ ഓപ്പറേഷൻ ഇച്ചിരി താമസമുണ്ട്. ആ അല്ല സാർ, അങ്ങനെ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണേ. ആ ഓ സാർ, എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ആക്കണം. ഈ ഡോക്ടർ കുറച്ച് തിരക്കുള്ള ആളാണ്, അപ്പം ഒന്ന് അങ്ങോട്ട് നീക്കേണ്ടി വരും എന്ന് പറഞ്ഞൊക്കെയാണ്. ആ ഓ സാർ പരമാവധി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കഴിഞ്ഞ ഉടനെ ഞാൻ കയറിക്കോളാം. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. ഹലോ, ഓ എന്താണ്? ഇല്ല, ഫോൺ സംസാരിച്ച്. അല്ല, ഡോക്ടർ എന്തോ തിരക്കാണെന്ന് പറഞ്ഞു. ആ അതെ, അച്ഛനെ കാണിച്ച് ഡോക്ടറെ അടുത്തേ. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ്. അല്ല, എന്താ അസുഖം അച്ഛൻ? അച്ഛന് എർണിയയുടെ അതാണ്. അപ്പോൾ യൂറോയാണ്. ആ അതെ അതെ. ഏത് ഡോക്ടറെ കണ്ടത്? നമ്മുടെ സത്യശീലൻ എന്ന് പറയുന്ന സാറിനെയാണ് കണ്ടത്. അപ്പോൾ സാറ് പറഞ്ഞു ഓപ്പറേഷൻ വേണം, പക്ഷേ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഈ ആഴ്ച എന്തായാലും നടക്കൂല, അടുത്ത ആഴ്ച വേണം. അപ്പോൾ ഞാൻ കമ്പനിയിൽ ഒരാഴ്ചത്തെ ലീവും പറഞ്ഞിട്ടാണ് ബാംഗ്ലൂർ, അവിടെ ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ വിളിച്ചത്. ഇപ്പൊ സാറ് 2 ആഴ്ച പറഞ്ഞാലും അത് 2 മാസമായാലും നടക്കൂല, അത്ര തിരക്കാണ് സത്യം സാറ്. അയ്യോ, പറഞ്ഞപ്പോൾ കമ്പനി പ്രശ്നമാവൂല. സൂതൻ ഡോക്ടറെ കാണായിരുന്നില്ലേ? അല്ല, ഞങ്ങൾ ഈ സത്യശീലൻ ഡോക്ടറെയാണ് കണ്ടത്. കാരണം എൻ്റെ ഒരു മാമൻ്റെ 3-4 കൊല്ലം മുമ്പ് ഈ ഡോക്ടർ ഒരു സർജറി ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഡോക്ടറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിനെ കണ്ടു. ഭയങ്കര പാടാണ് സത്യം സാറിനെ കൊണ്ട് കേസ് എടുപ്പിക്കണമെങ്കിൽ. സൂതൻ സാറാണെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് നമുക്ക് നാളെ തന്നെ ഓപ്പറേഷൻ നടത്താം. അയ്യോ, അപ്പം അച്ഛനെ പറഞ്ഞു. അച്ഛനാണെങ്കിൽ ഒരു പിടിവാശിക്കാരനാണ്, പറഞ്ഞാൽ അതിൽ പിന്നെ ഉറച്ചു നിൽക്കും. ഈ ഡോക്ടർ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അല്ല, സത്യം സാറിനെ പരിചയമില്ലാഞ്ഞിട്ടല്ല, ഞാൻ വിളിച്ച് സംസാരിച്ചു നോക്കാം. പക്ഷെ ഇത്തിരി പൈസ കൊടുക്കേണ്ടി വരും. പൈസ കൊടുക്കണം. എന്നാലും എങ്ങനെ, എന്ത് കൊടുക്കണം? നമുക്കൊരു സൂതൻ സാറാണ് ഞാനൊരു 5-10 രൂപ ഒപ്പിക്കുക. സത്യം സാറാകുമ്പോ ഒരു 20 രൂപ കൊടുക്കേണ്ടി വരും. അത്രയും പൈസ ഒന്നും നടക്കില്ല നമ്മുടെ കയ്യിൽ, അതൊന്നുമില്ല. ഞാൻ ഒരു 10,000-5,000 രൂപ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തന്നാല്. നല്ല മന്മാൻ ചേട്ടാ, ഇത് പുറത്തു പോയി ചെയ്യണമെങ്കിൽ 1.5-2 ലക്ഷം രൂപ വരും. ഇതൊരു 10 രൂപ 15 രൂപ കൊടുത്ത് നല്ല ട്രീറ്റ്മെന്റുമായിട്ട് പോണതാ നല്ലത്. വെറുതെ വല്ലതും ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കണ്ടോ? അല്ല, ഞാനിപ്പോ ഒന്നാമത് ഇനി ഓപ്പറേഷന് തന്നെ ഇച്ചിരി സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണ് ചെയ്യാനേ. ഈ സത്യശീലൻ ഡോക്ടർ ഒരു 10 രൂപയ്ക്കൊന്ന് നടക്കൂല. അത് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ഭാഗ്യമുണ്ടേ നടക്കും. നിങ്ങള് നല്ല ബന്ധമായിരിക്കുമല്ലോ ഇവിടെ. അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് രാമേന്ദ്രൻ. കിട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട്. ആ ഹലോ. ആ സത്യൻ സാറേ, പ്യാരിയാണ്, ഫാർമസിസ്റ്റ്. ഓ പറഞ്ഞോളൂ. ഒരു സഹായം ചെയ്യണമല്ലോ. എന്താണോ? എൻ്റെ ഒരു ബന്ധുവാണേ. അപ്പൊ സാറിനെ വന്ന് കണ്ടിരുന്നേ, ഹെറിനിയുടെ കുഴപ്പമായിട്ടെ. അപ്പൊ സാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോ സമയം വന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. പുള്ളിയുടെ മോനൊരു ചെറിയ ജോലിയാണ് ബാംഗ്ലൂർ. എൻ്റെ ചേട്ടനാണ് മന്മഥൻ. എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇല്ല, അത്
ഈ അടുത്ത ദിവസങ്ങളിൽ കോപ്പറേഷൻ ഉണ്ട് വിചാരി. ആണ്. അല്ല സാറേ, ഞാനിവിടെ സ്റ്റാഫാണല്ലോ, അപ്പൊ നമ്മുടെ ബന്ധുവൊക്കെ ആണല്ലോ, അപ്പൊ ഒന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവരോടൊന്ന് വന്ന് കാണാൻ പറയൂ കേട്ടോ. ആ, ഞാൻ പറഞ്ഞുവിടെ സാറേ. ഓക്കെ ഓക്കെ. അതെ, സാറ് സമ്മതിച്ചിട്ടുണ്ട്. അതെ, എന്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് പോയി കണ്ടേച്ചാൽ മതി. അത് പറയാം. അപ്പൊ പൈസ എന്റെ അടുത്തൊന്നും തന്നേര്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞെന്നാ ഇടപെട്ടുന്ന ഒരാളും അറിയില്ല. അങ്ങനെ പറയിച്ചേ. പൈസ കൊടുത്താലും അറിയരുത്. കാരണം നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഇടയിൽ കയറണതേ. ഭയങ്കര ഉപകാരം കേട്ടോ, താങ്ക്സ് കേട്ടോ. ഞാൻ ആകെ ഇതായിട്ട് നിന്നാണ്. അപ്പൊ പൈസ എന്നിട്ട് പോയി കണ്ടോ? ഞാൻ പൈസ എത്തിക്കാം. ഓക്കെ ഓക്കെ. ഞാൻ ഒന്ന് ATM വരെ പോയിട്ട് വരാം. പോട്ടോ പോട്ടോ. ആ എന്താണ്? ഇല്ലെന്നേ, ഇവിടെ ഹോസ്പിറ്റലും വെച്ചിട്ടില്ല. അതിപ്പോ എവിടെ വെച്ചെന്നൊരു ഇത് മനഃപൂർവ്വം എന്നല്ലോ. ആ കല്യാണം മുതലാന്നൊക്കെ എനിക്കറിയാം. ഞാനോട് വിളിക്കാം. എന്തേ? സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ സ്കാൻ ചെയ്യാം എഴുതി തന്നു വിട്ടതാണോ? അവിടെ ഇത് ഏത് ലാബിലാ സ്കാൻ ചെയ്ത്? അത് ആ നോളെ ആശുപത്രിന്റെ ഗേറ്റിന്റെ മുമ്പിലില്ല ആ സ്കാനിങ്. മുൻപിലുള്ളതോ? ഞാൻ അവിടെയാണോ പറഞ്ഞേ? ഞാൻ നമ്മുടെ ഗേറ്റ് കടന്ന് ഇങ്ങനെ ഇടത് സൈഡിലെ മൂന്നാമത്തെ സ്ഥലമല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോയി എടുത്തിട്ട് വരും, എന്നിട്ട് നോക്കാം. ഇതിലൊന്നും എനിക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. ഇത് ഞാൻ നോക്കി നല്ല ക്ലിയർ ഉണ്ട് സാറ്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. ഇത്രയ്ക്ക് അറിവുണ്ട്, ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്ന എനിക്കറിയില്ലായിരുന്നു. എന്നാ പിന്നെ തന്നെ അങ്ങോട്ട് ചികിത്സിച്ചാൽ മതി. സാറ് പോയി ചികിത്സിച്ചോളൂ. അല്ല സാർ, അങ്ങനെയല്ല ഞാൻ പിന്നെ എങ്ങനെയല്ല? ഞാൻ പറഞ്ഞോടത്തുനിന്ന് പോയിട്ട് വന്നാൽ ഞാൻ ചികിത്സിക്കാം, അല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഗവൺമെന്റ് ആശുപത്രി ഒരു മോതിരം പോയി ടെൻഷനിലിരിക്കുമ്പോഴാണ്. ഇനിയിപ്പോ അത് എവിടെ വെച്ചുള്ളത്? ഞാനിപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. നിങ്ങളെങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയേ? ഞാൻ കടന്നു വരുമ്പോ സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിനാണ് ഞങ്ങൾ വന്ന്. ഞാനിപ്പോ എവിടുന്നാ വന്നേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് പുറത്തു പോയിട്ട് ഇപ്പൊ അങ്ങോട്ട് വന്നു. ഞാൻ പുറത്തേക്ക് പോയി. അവിടെ ഇരിക്കും. എന്താ 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 കാര്യം? എന്താ? ഞാൻ എന്നോട് താനും വരാൻ പറ്റില്ലേ, കല്ലിന്റെ അസുഖം. ആ ആ ആ ഞാൻ കോയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞപ്പോ 3 നാട്ടിൽ ഞാൻ വന്നിട്ട് ഇങ്ങനെ പോണു. താനേ ഒന്ന് സഹായിക്കും സാറേ, പാവപ്പെട്ട ആൾക്കാരാണ്. സഹായിച്ച തന്നെ. അല്ല, സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ അറിയാലോ, ഇതൊരു സർക്കാർ ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ മെഷീൻ കംപ്ലൈന്റ് ആണേ. അതെപ്പോ നമ്മളെ പോണവർക്ക് അപ്പൊ അതെന്തറിയോ, മലേഷ്യന്ന് വിഷയം വന്നിട്ട് വേണം. മറ്റേ ഈ മലേഷ്യ ഉണ്ടല്ലോ, മലേഷ്യന്ന് വിഷയം വരണം. ഈ മൂത്രത്തിനോ? മൂത്രത്തിനല്ല, ഓപ്പറേഷനുള്ള മെഷീനറീസ്. അതെ, അപ്പൊ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരും. എന്താ ചെയ്യാൻ സാറിപ്പോ എന്തെങ്കിലും ഒന്ന് സഹായിക്കിപ്പോ? അല്ല, അത് വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ 1-2 മാസമൊക്കെ പിടിക്കും. പൊന്നെ സാറേ, 2 മാസം ഒന്നും ഞാൻ ഈ വേദന പറ്റി ഇരിക്കാൻ പറ്റില്ല. അതായി പറഞ്ഞ സഹിക്കാൻ പറ്റില്ല. അതല്ലേ? അതൊന്ന് വന്നു നോക്കണം സാറിന്, സഹിക്കാൻ പറ്റില്ല. ഈ വേദന സഹിക്കാണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷനൊക്കെ നടക്കും. അതെ, അതാണ് തരുന്നത്. അതെന്താ പരിപാടി? നമ്മുടെ ഫാർമസിയിൽ ഒരു പ്യാരിജാതൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. ഈ ഫാർമസി. അയാളെ ചെന്ന് കണ്ടിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. പറയട്ടെ? അത് പറയണം, അത് പറഞ്ഞോണ്ട് കുഴപ്പമില്ല. അല്ല, ഇപ്പൊ നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതെ അതെ, അത് പറഞ്ഞോളൂ. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തരും. ഇത് വേണ്ടല്ലോ അല്ലേ? അല്ല, എന്നാ ശരിയാണ്.
ഇല്ല ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചു ഞാൻ പുറത്തൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കിട്ടിയാ വിളിക്കാം.